ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഓണമൊക്കെ വരുമല്ലേ. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഓണം സീരീസിൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡായിട്ടുള്ള നമ്മുടെ ഓണത്തിൻ്റെ സദ്യയുടെ 2 കറി തന്നെ ഉണ്ടാക്കുന്നത്. നല്ല വെള്ളരിക്ക ഇട്ടിട്ടുണ്ട്. ഇത് നാട്ടിൽ നിന്ന് വിത്ത് കൊണ്ടുവന്ന് ജോർദാനിൽ പിടിപ്പിച്ച വെള്ളരിയാണ്. അപ്പോൾ ഈ വെള്ളരി കിട്ടിയപ്പോഴത്തേക്ക് വിചാരിച്ചു അവിയലും കിച്ചടി, ഈ വെള്ളരി കൊണ്ടുള്ള കിച്ചടി നിങ്ങൾക്ക് അറിയാമല്ലോ എന്ത് ടേസ്റ്റ് ആണെന്നുള്ളതല്ലേ. അപ്പം നാട്ടിലാണെങ്കിൽ എല്ലാം കിട്ടും, പക്ഷേ ഇവിടെയൊന്നും അങ്ങനെ സാധനങ്ങൾ കിട്ടാറില്ല. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. നമുക്കിന്ന് അവിയലും കിച്ചടിയും ഉണ്ടാക്കാം സദ്യയുടെ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഓടി വരുന്നത് ആ വിഭവസമൃദ്ധമായ ഓണസദ്യയാണ്. അത് നല്ല ഓർമ്മകളാണ് നമുക്ക്. തുമ്പപ്പൂ പോലുള്ള ചോറും അതിന് ചുറ്റും കായവറുത്തതും ശർക്കര വരട്ടിയും പുളിയിഞ്ചിയും തൊട്ട് പായസം വരെയുള്ള വിഭവങ്ങൾ. എന്നാൽ ഈ സദ്യവട്ടത്തിൽ ഏറ്റവും തനിമയാർന്ന ഒരല്പം കുസൃതി, ഒരുപാട് രുചിയും ഒരുപാട് സ്നേഹവുമുള്ള 2 പേരുണ്ട്. നമ്മുടെ സ്വന്തം അവിയലും കിച്ചടിയും. ഓണസദ്യ പൂർണ്ണമാവണമെങ്കിൽ ഇവ 2 പേരും ഇലയിൽ എന്തായാലും വേണം. ഒരിക്കൽ ഇലയിൽ വെച്ച് അവിയലും കിച്ചടിയും തമ്മിൽ ഒരു കൊച്ചു തർക്കമുണ്ടായി. അവിയൽ തന്റെ ഗാംഭീര്യത്തോടെ പറഞ്ഞു, നോക്കൂ കിച്ചടി, ഈ ഇലയിൽ ഏറ്റവും വലിയ രാജാവ് ഞാനാണ്. പച്ചക്കറികളുടെ കൂട്ടത്തിൽ എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നേന്ത്രക്കായ, ചേന, വെള്ളരിക്ക, മുരിങ്ങക്കായ, പടവലങ്ങ, അങ്ങനെ സകല പച്ചക്കറികളുടെയും ഗുണങ്ങളും രുചിയും എൻ്റെ ഉള്ളിലാണ് ഉള്ളത്. തേങ്ങയും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് മണിക്കൂറുകൾ വേവിക്കുമ്പോൾ നല്ല മണമുള്ള അവിയൽ വരും. അപ്പോൾ നമ്മുടെ വായിൽ വെള്ളവും ഊറും. അത് കേട്ട് കിച്ചടി തന്റെ തനതായ പുഞ്ചിരിയോടെ പറഞ്ഞു, അതെന്താ, അതൊക്കെ ശരിയാണ് അവിയൽ ജ്യേഷ്ഠ. പക്ഷെ എനിക്ക് എരിവും പുളിയും മധുരവും ഒപ്പം നൽകി സദ്യ ഉണ്ണുന്നവരുടെ മനസ്സ് തണുപ്പിക്കാൻ എന്നെ കൊണ്ടേ കഴിയൂ. പാവയ്ക്കയുടെ ലഘുവായ കയ്പാകട്ടെ, വെള്ളരിക്കയുടെ തണുപ്പാവട്ടെ, അല്ലെങ്കിൽ പൈനാപ്പിളിന്റെ മധുരമാകട്ടെ, കട്ട തൈരും കടുകും ചേർത്ത് എൻ്റെ ആ ഒരു ബാലൻസും രുചിയുണ്ടല്ലോ, അത് സദ്യയിൽ വേറെ ആർക്കും തരാൻ കഴിയില്ല. അവരുടെ ആ തർക്കം കേട്ട് നിന്ന് കറികൾ ചിരിച്ചു. കാരണം അവിയലിന്റെ രാജകീയ ഗാംഭീര്യവും കിച്ചടിയുടെ ആ തണുപ്പ് രുചിയും ഒത്തുചേരുമ്പോഴാണ് ഒരു സദ്യയും മനോഹരമാവുന്നത്. ശരിക്കും നോക്കുമ്പോൾ അവയുടെ പാചകരീതി പോലും വളരെ കൗതുകമാണ്. ഒരു വശത്ത് പച്ചക്കറികൾ നീളത്തിൽ ഒരേ അളവിൽ അരിഞ്ഞ് കുഴഞ്ഞു പോകാതെ പാകത്തിന് വേവിച്ച് പച്ചമുളകും ജീരകവും തേങ്ങയും ചേർത്ത് തരിതരിയായി അരിച്ചെടുത്ത് ഒടുവിൽ വെളിച്ചെണ്ണയും വേപ്പിലയും തൂകി ഉണ്ടാക്കുമ്പോഴാണ് നാടൻ അവിയൽ റെഡിയാവുന്നത്. മറുസൈഡിന് പാവയ്ക്കയോ വെള്ളരിക്കയോ വേവിച്ചെടുത്ത് തൈരും അരച്ച കടുകും ചേർത്ത് വെളിച്ചെണ്ണയിൽ വറ്റൽമുളകും കരിയേപ്പിലയും താളിച്ച് എടുക്കുമ്പോൾ മനോഹരമായ കിച്ചടിയും റെഡിയായി. ഒരു പച്ചക്കറികളുടെ എല്ലാം കൂട്ടായ്മയാണെങ്കിലും മറ്റൊന്ന് രുചിയുടെ സമീകൃത ഭാവമാണ്. ഇങ്ങനെയാണ് നമ്മുടെ സദ്യക്കുള്ള കറികളെല്ലാം റെഡിയാവുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ ബന്ധങ്ങളും ശരിക്കും ഇതുപോലെ തന്നെയാണല്ലേ. വെവ്വേറെ സ്വഭാവങ്ങൾ രുചിയുള്ള മനുഷ്യന് ഒത്തുചേരുമ്പോഴാണ് അവിടെ സന്തോഷവും സ്നേഹവും എല്ലാം നമുക്ക് ഉണ്ടാവുന്നത്. തുല്യതയുടെ ശരിക്കും നമ്മുടെ മനുഷ്യന്റെ തന്നെ ഒത്തൊരുമയുടെ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള വെജിറ്റബിൾ എല്ലാം ചേരുമ്പോഴാണ് ഒരു അവിയൽ റെഡിയാവുന്നത്. അതുപോലെയാണ് കുടുംബവും. തുല്യതയുള്ള ഒരുമയുടെ സന്ദേശം നൽകുന്ന ഒരു ഓണക്കാലത്ത് അവിയലും കിച്ചടിയും പോലെ നമ്മുടെ സ്നേഹത്തോടെ ഒത്തുചേരാം. ഈ ഓണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കറി ഏതാണെന്ന് ചോദിച്ചാൽ മറക്കണ്ട, കമന്റിൽ അറിയിക്കുകയും വേണം. കിച്ചടിയും അവിയലും കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നിങ്ങൾ കമന്റിൽ അറിയിക്കണേ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ.